2025 പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള നിർണായക ഘട്ടങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പല മത്സരങ്ങളും, കടുത്ത മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ ത്രികോണ പോരാട്ടങ്ങളൊക്കെ തന്നെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കോഴിക്കോട് എന്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കോഴിക്കോട് സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ആയിട്ട് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സംഭവിച്ച മാറ്റം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ തോതിലുള്ള ഒരു തരംഗം തന്നെയായിരുന്നു 2020 ഉണ്ടായിരുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. ഭൂരിഭാഗം സീറ്റുകളും തൂത്തുവാരുന്ന തരത്തിൽ തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു തേരോട്ടം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അതായത് LDFന് 49 സീറ്റുകളാണ് ലഭിച്ചത്. 25 സീറ്റുകളുള്ള കോഴിക്കോട് കോർപ്പറേഷൻ, അതിൽ 49 സീറ്റുകളും നേടിയെടുത്തുകൊണ്ട് LDF ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. വലിയ തോതിലുള്ള ഒരു വമ്പൻ നേട്ടമെന്ന് തന്നെ പറയാം. എന്നാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന UDFന് ലഭിച്ച സീറ്റുകൾ 14 സീറ്റുകൾ മാത്രമായിരുന്നു. BJP മൂന്നാം സ്ഥാനത്ത്, NDAക്ക് 7 സീറ്റുകളായിരുന്നു കോഴിക്കോട് ലഭിച്ചത്. സ്വതന്ത്ര 5 സീറ്റുകൾ. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ 75-ൽ 49 LDF സ്വന്തമാക്കുകയായിരുന്നു. UDFന് 14, NDAക്ക് 7, സ്വതന്ത്രക്ക് 5. അപ്പോ എല്ലാ രീതിയിലും ഒരു വലിയ വിജയം. ഭരണത്തിൽ എത്താനായിട്ട് ഒരു തരത്തിലുമുള്ള പാടുമുണ്ടായിരുന്നില്ല LDFന് എന്നുള്ളതാണ് വാസ്തവം 2020. എന്നാൽ ഈ 2025 ഈ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും കോഴിക്കോട് സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് ഒരു തരംഗം നിലനിൽക്കുന്നുണ്ടോ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം? അതോ ഒരു അട്ടിമറി മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് അവിടെ UDFന് സാധിക്കുമോ? BJPക്ക് ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള പല ചോദ്യങ്ങളും. നമ്മൾ കണക്കുകളിലേക്ക് പോകുമ്പോഴത്തേക്കും കോഴിക്കോട് ഇത്തവണ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളെക്കാട്ടിലും കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. അതായത് കഴിഞ്ഞ തവണ 49 സീറ്റുകളാണ് നേടിയെങ്കിൽ ഇത്തവണ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. UDFന് എന്നാൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. സീറ്റുകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി സീറ്റുകൾ അധികമായി നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും NDAയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സീറ്റുകൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് 2 അക്കം കടക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം. അതായത് LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി, അതായത് തിരിച്ചടി എന്ന് പറയുന്നത് ഒരു പൂർണ്ണ തോതിലുള്ള ഒരു തിരിച്ചടി എന്നുള്ള രീതിക്കല്ല, പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കാം. അതായത് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകളോ നേടിയെടുക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയുന്ന തരത്തിലുള്ള LDFനെ സംബന്ധിച്ചിടത്തോളം. അതേസമയം UDFനും NDAക്കും കുറച്ചുകൂടി സീറ്റുകൾ അവിടെ നേടിയെടുക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം. പക്ഷേ എങ്കിൽ പോലും LDFനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ കോഴിക്കോട് ഭരണം നിലനിർത്താൻ സാധിക്കുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും കോഴിക്കോട് കോർപ്പറേഷനിൽ നിലവിലത്തെ സാഹചര്യത്തിൽ LDFന് ഭരണം നിലനിർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിയേക്കാം എന്നുള്ളത് തന്നെയാണ് സർവേയിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും UDFനെയും BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം. പക്ഷേ എങ്കിൽ പോലും അത് ഭരണത്തിൽ എത്തുന്ന തരത്തിൽ, അതായത് LDF ഭരണം അട്ടിമറിച്ചുകൊണ്ട് കോഴിക്കോട് ഭരണം പിടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ അത് ഈസിയായി നേടാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതായത് നിലവിൽ 49 സീറ്റുകളാണ് LDFന് ഉള്ളതെങ്കിൽ അത് ചിലപ്പോൾ 40-ലേക്കോ 45-ലേക്കോ ചുരുങ്ങുന്ന തരത്തിലോട്ട് ചിലപ്പോൾ LDFന് കാര്യങ്ങൾ മാറാം. അതോടൊപ്പം തന്നെ UDFന്റെ സീറ്റുകൾ അത് 20 അടുക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറാം. BJP സീറ്റുകൾ 10-ൽ കൂടുതൽ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. സ്വതന്ത്രർക്കും അവിടെ സീറ്റുകളുടെ കാര്യത്തിൽ കുറച്ച് സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. എങ്കിൽ പോലും അവിടെ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും LDFന് ഭരണത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ അട്ടിമറി അവിടെ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു
മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഭരണം നഷ്ടപ്പെടാൻ പാകത്തിനുള്ള സീറ്റുകൾ അവിടെ LDFന് നഷ്ടമാകത്തില്ല എന്നുള്ളതും മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന തരത്തിൽ UDFനെയും BJP സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ സീറ്റുകളുടെ കാര്യത്തിൽ LDFനെ മറികടന്നുകൊണ്ട് ഒരു ഭരണ നേട്ടത്തിലേക്ക് കടക്കുന്ന തരത്തിലുള്ള സീറ്റ് നേട്ടം അവിടെ UDFനും ഈ പറയുന്ന BJPക്കും അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു അട്ടിമറി അവിടെ ഉണ്ടാകുമോ? LDFനെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം അവിടെ UDFനും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? BJPക്ക് അതുപോലൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അതല്ല, ഈ പറയുന്ന തരത്തിൽ LDFന് സീറ്റുകൾ കുറവ് വരുന്ന സാഹചര്യത്തിൽ പോലും ഈ പറയുന്ന ഭരണം നിലനിർത്തുന്ന തരത്തിൽ തന്നെ ആയിരിക്കും അവിടെ LDFന്റെ ഒരു നേട്ടം എന്നുള്ളതും നിലവിലത്തെ സാഹചര്യത്തിൽ കണക്കുകൾ വളരെയധികം വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു വമ്പൻ അട്ടിമറി കോഴിക്കോട് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു അട്ടിമറി അവിടെ ഈ പറയുന്ന തരത്തിൽ UDFനോ BJPക്കോ സാധ്യമാകുമോ? അതല്ല LDF വിചാരിക്കുന്ന കണക്ക് തന്നെ ഉള്ള ഒരു ഭരണ നിലനിർത്തലിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.